ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 ഗ്ലാസ് പച്ചരി ഒരു 5 മണിക്കൂർ നേരം കുതിരാൻ വയ്ക്കുക. പിന്നെ നാഴിക്ക് തന്നെ ഒരു നാഴി റവയും പിന്നെ ഒരു 3 സ്പൂണ് മൈദയും കൂടി എടുക്കണം കേട്ടോ. പിന്നെ ശർക്കര ഉരുക്കിയിട്ട് മാറ്റി വയ്ക്കുക. അരി കുതിർന്നതിന് ശേഷം അത് നന്നായി അരയ്ക്കുക. ഒരു ചെറിയൊരു തരിതരിപ്പ് വേണം കേട്ടോ, അരയ്ക്കുക. പിന്നെ ആ ജാറിൽ നേന്ത്രപ്പഴം അരയ്ക്കുക. നേന്ത്രപ്പഴം അരച്ചിട്ട് അരിഞ്ഞതിന് ശേഷം ചുവന്നുള്ളി നല്ല ജീരകവും കൂടിയിട്ട് ഒന്നും കൂടി ഒതുക്കിയെടുക്കുക. എന്നിട്ട് അതിൽ ചേർക്കുക. എന്നിട്ട് എല്ലാം കൂടി സ്പൂൺ വെച്ച് നന്നായി ഒന്ന് ഇളക്കുക. മൈദയും റവയും ഈ അരി അരച്ചതും നേന്ത്രപ്പഴത്തും ഒക്കെ കൂടിയിട്ട് എന്നിട്ട് അടച്ച് വെച്ചിട്ട് രാത്രി ഫുള്ളായിട്ടും അടച്ച് വെക്കുക. പിന്നെ കാലത്താണ് പിന്നെ ഞാനത് തയ്യാറാക്കണത് കേട്ടോ. അപ്പോൾ കാലത്ത് നെയ്യ് ഒഴിച്ചിട്ട് തേങ്ങാക്കൊത്തിട്ടിട്ട് നന്നായി വഴറ്റിയിട്ട് അതിൽ മൂത്ത് വരുമ്പോൾ എള്ളും കൂടി ചേർക്കുക. അത് രണ്ടും കൂടിയിട്ട് വഴറ്റിയിട്ട് ഇതിൽ ചേർക്കുക. എന്നിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുത്താൽ കേടൊന്നും വരാതെ കുറേ ഇരിക്കും കേട്ടോ. ഞാൻ കുട്ടികൾക്ക് പഠിക്കുന്നിടത്തേക്കൊക്കെ ഇത് കൊടുത്തയക്കലുണ്ട്. അപ്പോൾ ഒരു കേടും വരില്ല, നന്നായി പൊള്ളച്ച് വരും ചെയ്യും. ഇതിൽ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഈസ്റ്റൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ്, എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.